പണ്ട് ഒരു നാട്ടിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു. ഈ 2 സഹോദരന്മാരിൽ ജ്യേഷ്ഠൻ ഒരു രോഗം വന്ന് മരിച്ചുപോയി. അപ്പം അദ്ദേഹത്തിന് ഒരു മകനാണ് ഉണ്ടായിരുന്നത്. അവൻ്റെ പേര് ഇവാൻ എന്നായിരുന്നു. അവൻ്റെ ഇളയച്ചനെ കാണാൻ ഒരു ദിവസം വന്നു. എന്നിട്ട് ചോദിച്ചു, ഇളയച്ച, എനിക്ക് ഉപദേശങ്ങളൊന്നും തരാൻ ഇപ്പോൾ ആരുമില്ല, എൻ്റെ അച്ഛൻ മരിച്ചു പോയല്ലോ. എനിക്കൊരു സംശയമുണ്ട്. സത്യസന്ധതയാണോ ചതിയാണോ ജീവിതത്തിൽ നല്ലത്? അപ്പോൾ ഇളയച്ചനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞേ, ഇക്കാലത്ത് സത്യസന്ധത കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. സത്യസന്ധതയെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല. എല്ലായിടത്തും ചതിയും വഞ്ചനയും തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ ചതിയും വഞ്ചനയൊക്കെ വേണം. തീരെ നിഷ്കളങ്കനായിരുന്നാൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവാൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് തോന്നുന്നില്ലല്ലോ ചെറിയച്ച. സത്യസന്ധത നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ചതിയേക്കാൾ എത്രയോ നല്ലതാണ് സത്യസന്ധത. മനസ്സമാധാനമെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറിയച്ചൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പാതയിലൂടെ നടക്കാം. എന്നിട്ട് വഴിയോരത്തൂടെ നടന്നു പോകുന്ന ആദ്യം കാണുന്ന 3 പേരോട് അഭിപ്രായം ചോദിക്കാം. ഇക്കാര്യത്തിൽ നീ പറയുന്നതാണ് ശരിയെങ്കിൽ എൻ്റെ സ്വത്തെല്ലാം നിനക്ക്, അഥവാ നീ പറയുന്നതാണ് ശരിയെങ്കിൽ എൻ്റെ സ്വത്തെല്ലാം നിനക്ക്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ 2 പേരും കൂടി പാതയിലിറങ്ങി നടന്നു. അങ്ങനെ കുറേ ദൂരം നടന്നപ്പോൾ വഴിയിൽ ഒരാളെ കണ്ടു. അയാൾ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നൊരു കൂലിക്കാരനായിരുന്നു. 2 പേരും കൂടി അയാളോട് ചെന്ന് സംസാരിച്ചു, അഭിവാദ്യം ചെയ്തു. എന്നിട്ട് അയാളോട് ചോദിച്ചു, സത്യസന്ധനായിരിക്കുന്നതാണോ ചതിയനായിരിക്കുന്നതാണോ നല്ലത്? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നു മനുഷ്യരെ, ഇക്കാലത്ത് സത്യസന്ധത എവിടെ കണ്ടുമുട്ടാനാണ്? എൻ്റെ കാര്യം തന്നെ നോക്കൂ. യജമാനു വേണ്ടി ഞാൻ കഠിനമായി പണിയെടുക്കുന്നു, പക്ഷെ വളരെ കുറച്ച് എനിക്ക് സമ്പാദിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് സത്യസന്ധനായിരിക്കുന്നുണ്ട് പ്രയോജനവുമില്ല. കഴിയുന്നത്ര ജോലി ചെയ്യുക. എൻ്റെ യജമാനോട് പ്രത്യേകിച്ച് കൂറൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റൊരു ജോലി കിട്ടുമ്പോൾ ഞാൻ അവിടെ പോവും. എന്താണോ ചെയ്യാൻ പറയുന്നത് അത് ചെയ്യും. കൂടുതലുമില്ല, കുറവുമില്ല. അപ്പോൾ ചെറിയച്ഛൻ ഇവാനോട് ചോദിച്ചു, കേട്ടോ ഇവാൻ, ഇയാൾ പറഞ്ഞത് കേട്ടോ? സത്യസന്ധതയ്ക്ക് ഇക്കാലത്ത് ഒരു കാര്യവുമില്ല. ഇവാന് വളരെയധികം ദുഃഖം തോന്നി. തൻ്റെ സ്വത്ത് നഷ്ടപ്പെടുമോ എന്നും അവന് സംശയം തോന്നി. എന്നാലും അവൻ പറഞ്ഞു, ശരി, നമുക്ക് ഇനിയും മുന്നോട്ട് നടക്കാം. 2 പേരെയും കൂടെ കാണാനുണ്ടല്ലോ. അങ്ങനെ പോയപ്പോൾ അവരൊരു പ്രഭുവിനെ കണ്ടുമുട്ടി. വളരെ ധനികനായ ഒരാൾ. 2 പേരും അയാളെടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, അങ്ങ് വിദ്യാസമ്പന്നനാണെന്ന് കണ്ടിട്ട് തോന്നുന്നു. ഞങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. പ്രഭു ചോദിച്ചു, എന്താണ്, ചോദിച്ചോളൂ. അപ്പോൾ അവർ ചോദിച്ചു, പ്രഭു, സത്യസന്ധനായിരിക്കുന്നതാണോ ചതിയനായിരിക്കുന്നതാണോ നല്ലത്? ഇക്കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഈ പ്രഭു പറഞ്ഞു, അയ്യോ എൻ്റെ ചങ്ങാതിമാരെ, ഇക്കാലത്ത് സത്യസന്ധത എവിടെ കണ്ടു കിട്ടാനാണ്? അങ്ങനെ ഒരു സാധനം എവിടെയുമില്ല. ചതിയനായിരിക്കുകയാണ് നല്ലത്. ചെറിയച്ഛൻ ഇവാനോട് ചോദിച്ചു, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ? അവർ വീണ്ടും മുന്നോട്ട് നടന്നു. വഴിയിൽ ഒരു പുരോഹിതനെ കണ്ടുമുട്ടി. അവർ പുരോഹിതനെ സമീപിച്ചു. എന്നിട്ട് ചോദിച്ചു, അങ്ങ് ദയവായി പറഞ്ഞു തന്നാലും സത്യസന്ധനായിരിക്കുന്നതാണോ ചതിയനായിരിക്കുന്നതാണോ നല്ലത്? അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, അല്ലയോ കുഞ്ഞാടുകളെ, ഈ കാലത്ത് സത്യസന്ധരായ ആൾക്കാരെ എവിടെ കണ്ടുമുട്ടാൻ കഴിയും? അങ്ങനെ ഒരു സംഗതി എവിടെയുമില്ല. സത്യസന്ധനല്ലാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചെറിയച്ചൻ പറഞ്ഞു, കണ്ടു, ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് 3 തവണ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ സ്വത്ത് എനിക്ക് തന്നോളൂ. ഇവാന് ഒന്നും എതിർത്ത് പറയാൻ പറ്റിയില്ല. അവൻ തൻ്റെ വാക്ക് പാലിച്ചു. തൻ്റെ സമ്പത്തെല്ലാം അവൻ തൻ്റെ ചെറിയച്ഛന് കൊടുത്തു. അവൻ്റെ പേരിൽ പിന്നീട് ഒന്നുമില്ലാതായി. തീർത്തും ദരിദ്രൻ. അവൻ വിശപ്പും കഷ്ടപ്പാടും സഹിച്ച് യാത്ര ചെയ്തു. ചെറിയച്ഛൻ അവനെ വിളിച്ച് സഹായിക്കാം എന്നൊന്നും പറഞ്ഞൊന്നുമില്ല. തനിക്ക് കിട്ടിയതും കൊണ്ട് അയാൾ പോയി. അയാൾ ഇവാനെ ഗൗനിച്ചതേയില്ല. ഭൂമിയിൽ സത്യസന്ധതയ്ക്ക് ഒരു കാര്യവുമില്ല എന്നുപോലെ ഇവാന് തോന്നി. പട്ടിണി കിടന്ന് അവൻ വല്ലാതെ വിഷമിച്ചു. അവസാനം അവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു കഷ്ണം കയറും എടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോയി. നല്ല ഒരു മരം കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൽ നല്ല ഒരു കൊമ്പ്, നല്ല ബലമുള്ള കമ്പ് കണ്ടുപിടിച്ചു. എന്നിട്ട് അതിലേക്ക് കയറെറിയാൻ തുനിയവേ ഒരനക്കം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ കുറച്ച് പിന്നിലായിട്ട് ഒരു വലിയ ചെന്നായി നിൽക്കുന്നത് കണ്ടു. പേടിച്ച ഇവാൻ പെട്ടെന്ന് ആ മരത്തിലേക്ക് വലിഞ്ഞു കയറി. അവൻ മുകളിൽ കയറിയപ്പോഴേക്കും അവൻ്റെ കയ്യിലിരുന്ന കയറ് താഴെ പോയി. അങ്ങനെ ഇവാൻ വിറച്ചുകൊണ്ട് ആ മരക്കൊമ്പിൽ തന്നെ ഇരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ചെന്നായി സ്ഥലം വിട്ടു. അവന് ആശ്വാസമായി. പക്ഷേ അവൻ താഴെ ഇറങ്ങാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ താഴെ 3 ഭൂതങ്ങൾ വന്നിരിക്കുന്നു. 3 ഭൂതങ്ങളും ആ മരച്ചുവട്ടിൽ വന്ന് ഇരിപ്പായി. പേടിച്ച ഇവാൻ വീണ്ടും മരത്തിൽ തന്നെ ഇരുന്നു. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് 4മതൊരു ഭൂതം കൂടി വന്നു. അത് ഈ 3 ഭൂതങ്ങളുടെ നേതാവും യജമാനനുമായിരുന്നു. അപ്പോൾ നേതാവ് 1മത്തെ ഭൂതത്തിനോട് ചോദിച്ചു, പറയൂ, ഇന്ന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? അപ്പോൾ 1മത്തെ ഭൂതം പറഞ്ഞു, ഞാനിന്ന് തിരുത്താൻ കഴിയാത്ത ഒരു കടുങ്കൈയാണ് ചെയ്തത്. ഞാനൊരു വലിയ ജലസംഭരണിക്ക് കേടുവരുത്തി. ഒരു നാട്ടിലെ ജനങ്ങൾ നദിക്ക് കുറുകെ ഒരു വലിയ അണ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ വെള്ളം അവിടെ തടഞ്ഞു വെച്ചിട്ടാണ് അവർ നാട്ടിലെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഞാനതിന് കേടുവരുത്തി. ഞാനാണ് കേടുവരുത്തിയെന്ന് ആർക്കും മനസ്സിലായില്ല.
അത് നന്നാക്കാൻ ജനങ്ങളൊക്കെ ശ്രമിച്ചെങ്കിലും അത് പറ്റിയില്ല. അങ്ങനെ അതിൻ്റെ ഉദ്യോഗസ്ഥർ പണിക്കാരെ ചാട്ടവാർ കൊണ്ട് അടിക്കുകയാണ്. പലരെയും അടിച്ചു കൊല്ലുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ അടി കിട്ടുന്നവരെല്ലാം നമ്മളുടെ ഭാഗത്തേക്ക് വരും, നമുക്ക് ആരാധകരുണ്ടാവും. അപ്പോൾ നേതാവ് പറഞ്ഞു, നീ നല്ലൊരു കാര്യമാണ് ചെയ്തത്, പക്ഷേ നീ അത് വേണ്ട പോലെ അല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭൂതം ചോദിച്ചാൽ അതെന്താ അങ്ങനെ, ഞാൻ നല്ല കൃത്യമായിട്ടാണല്ലോ പണി ചെയ്തത്. അപ്പോൾ ഈ നേതാവ് പറഞ്ഞു, പക്ഷേ ആ കാട്ടിലെ ഒരു നീർച്ചാലിനടുത്തൊരു 3 മരങ്ങൾ വളരുന്നുണ്ട്. ആ 3 മരങ്ങൾ മുറിച്ച് ഈ അരുവിക്ക് കുറുകെ ഇട്ടാൽ ആ ജലസംഭരണിയുടെ പണി വേഗം നടത്താം, അത് വീണ്ടും പഴയതുപോലാകും. അപ്പോൾ ഒന്നാമത്തെ ഭൂതം പറഞ്ഞത് ആരറിഞ്ഞു, ആരും അറിയാൻ പോകുന്നില്ല. അപ്പോൾ നേതാവ് പറഞ്ഞു, ശരിയാണ്, അത് ആരും അറിഞ്ഞിട്ടില്ല, പക്ഷെ ആരെങ്കിലും അറിയുകയാണെങ്കിൽ നിൻ്റെ പണി വെറുതെ ആവും. അപ്പോൾ രണ്ടാമത്തെ ഭൂതം പറഞ്ഞു, ഞാനൊരു വലിയ പണി ചെയ്തിട്ടായിരുന്നു വന്നിരിക്കുന്നത്, തിരുത്താൻ കഴിയാത്ത ഒരു കടുങ്കൈ. അപ്പോൾ നേതാവ് ചോദിച്ചു, അതെന്താ നീ നടത്തിയ തിരുത്താൻ കഴിയാത്ത കടുങ്കൈ? നമ്മുടെ കാടിനപ്പുറത്ത് ഒരു പട്ടണത്തിലെ എല്ലാ കിണറുകളിലെയും വെള്ളം ഞാൻ വറ്റിച്ച് കളഞ്ഞു. അവിടെ ഒരു തുള്ളി വെള്ളമില്ല. പട്ടണവാസികൾക്ക് വെള്ളമുള്ള ഒരു കിണർ കണ്ടുപിടിക്കണമെങ്കിൽ ഇനി 30 നാഴിക നടക്കണം. ദാഹം കൊണ്ടും ക്ഷീണം കൊണ്ടും പലരും മരിക്കും. അവരെല്ലാം നമ്മെ ആരാധിക്കും, നമുക്ക് അനുയായികൾ കൂടും. നേതാവ് പറഞ്ഞു, നീ ചെയ്തതൊരു നല്ല കാര്യമാണ്, പക്ഷെ വേണ്ട രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പിശാചി ചോദിച്ചു, അതെന്താ അങ്ങനെ? അപ്പോൾ നേതാവ് പറഞ്ഞു, നമ്മുടെ നഗരത്തിൻ്റെ നടുക്ക് ഒരു റാസ്ബെറി ചെടി വളരുന്നുണ്ട്. അത് പറിച്ചെടുത്താൽ അതിനടിയിൽ നിന്ന് ധാരാളം വെള്ളം പുറത്ത് ചാടും. ഈ കിണറുകളെല്ലാം നിറയുകയും ചെയ്യും. അതോടെ ജനങ്ങൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ ഭൂതം പറഞ്ഞു, അത് ആരറിഞ്ഞു, ആരും അറിയാൻ പോകുന്നില്ലല്ലോ. നേതാവ് മൂന്നാമത്തെ പിശാചിന് നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, നീ ഇന്നെന്താ ചെയ്തത്? അവൻ പറഞ്ഞു, ഞാൻ തിരുത്താൻ കഴിയാത്ത ഒരു കടുങ്കൈ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. കാടിനപ്പുറത്തെ രാജ്യത്തെ രാജാവിൻ്റെ ഒരേ ഒരു മകളുണ്ടല്ലോ, അവളെ ഞാൻ രോഗിയാക്കി തീർത്തു. അവളെ ഇനി ആർക്കും സുഖപ്പെടുത്താൻ കഴിയില്ല. അതോടെ രാജാവും രാജകുമാരിയും നമ്മളുടെ കയ്യിലാക്കപ്പെടും. അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അപ്പോൾ നേതാവ് പറഞ്ഞു, കൊള്ളാം നല്ല കാര്യമാണ്, പക്ഷേ അതും വേണ്ട രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. അതെന്താ അങ്ങനെ എന്ന് മൂന്നാമത്തെ പിശാച് ചോദിച്ചു. അപ്പോൾ നേതാവ് പറഞ്ഞു, ആ രാജകൊട്ടാരത്തിൻ്റെ മുറ്റത്ത് തന്നെ ഒരു കൊടുത്തൂവ ചെടി വളരുന്നുണ്ട്. അത് മുറിച്ച് കത്തിച്ച ശേഷം അതിൻ്റെ പുക രാജകുമാരിയുടെ മുറിയിൽ നിറച്ചാൽ അവൾക്ക് സുഖമായിക്കൊള്ളും. അപ്പോൾ മൂന്നാമത്തെ പിശാച് പറഞ്ഞു, ശരി, പക്ഷേ അത് ആർക്കും അറിഞ്ഞൂടല്ലോ, അതുകൊണ്ട് അത് ഞാനും അറിയാനും പോകുന്നില്ല. ഇങ്ങനെ കുറേ നേരം വിശേഷങ്ങൾ പറഞ്ഞിരുന്നതിന് ശേഷം ഭൂതങ്ങളെല്ലാം അവിടുന്ന് പോയി. അവർ പറഞ്ഞതെല്ലാം ഇവാൻ മരത്തിന് മുകളിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്ന അവനെ ഭൂതങ്ങളൊട്ട് കണ്ടതുമില്ല. കുറേ നേരം കഴിഞ്ഞ് ഇവാൻ പതുക്കെ മരത്തിന് താഴെ ഇറങ്ങി. അവർ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിലോ? ജലസംഭരണി നന്നാക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അതൊന്ന് നന്നാക്കി നോക്കാം. ഇതും വിചാരിച്ചുകൊണ്ട് അവൻ നേരെ ആ ജലസംഭരണി ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ചെന്നപ്പോൾ നേരാണ് ജലസംഭരണി തകർന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ്. അത് നന്നാക്കാൻ കുറേയേറെ പണിക്കാരവിടെയുണ്ട്, പക്ഷേ അവർക്ക് ആർക്കും അത് നന്നാക്കാൻ പറ്റുന്നില്ല. അതിനനുസരിച്ച് ഉയർന്ന പണിക്കാർ താണ പണിക്കാരുടെ പുറത്ത് ചാട്ടവാറുകൊണ്ട് അടിക്കുന്നുണ്ട്. ഇവാൻ ആ പണിക്കാരുടെ നേതാവിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ ജോലിക്കാരെ അടിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഈ ജലസംഭരണി നന്നാക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. പകരം എനിക്ക് എന്ത് തരും? അയാൾ പറഞ്ഞു, ഞാൻ നിനക്ക് 1000 റൂബിൾ തരാം, കൂടാതെ 2 കുതിരകളെയും ഒരു വണ്ടിയും ഒരു വണ്ടിക്കാരനെയും തരാം. അപ്പോൾ ഇവാൻ പറഞ്ഞു, ശരി, എന്നെ സഹായിക്കാൻ 3 വണ്ടിയും 6 പണിക്കാരെയും ഇപ്പോൾ വിട്ടു തരണം. അങ്ങനെ ആ പണിക്കാരുടെ നേതാവിൻ്റെ കയ്യിൽ നിന്ന് 3 വണ്ടികളെയും 6 പണിക്കാരെയും വിളിച്ചുകൊണ്ട് ഇവാൻ കാട്ടിലേക്ക് പോയി. നീർച്ചാലിൻ്റെ അരികെ നിന്നിരുന്ന 3 വൻമരങ്ങൾ മുറിച്ചിട്ടു. ആ മരങ്ങൾ കൊണ്ടുവന്ന് അരുവിക്ക് കുറുകെ ഇട്ടതും ആ ജലസംഭരണി പഴയതുപോലെ ആയി. യജമാനൻ വാക്ക് പാലിച്ചു. അദ്ദേഹം ഇവാന് 1000 റൂബിളും 2 കുതിരകളെയും ഒരു വണ്ടിയും വണ്ടിക്കാരനെയും കൊടുത്തു. ഇവാൻ പറഞ്ഞു, ഇനി വെള്ളമില്ലാത്ത പട്ടണത്തിലേക്ക് പോകാം. അവൻ വണ്ടിയിൽ കയറി തൻ്റെ വണ്ടിക്കാരനോട് പട്ടണത്തിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ നേരെ വണ്ടി പട്ടണത്തിലേക്ക് കുതിച്ചു. പോകുന്ന വഴിക്ക് ഒരു വൃദ്ധയായ സ്ത്രീ വേച്ച് നടന്നു വരുന്നത് ഇവാൻ കണ്ടു. അവരുടെ കയ്യിൽ ഒരു കുടം വെള്ളമുണ്ടായിരുന്നു. ഇവാൻ വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു, കയ്യിൽ വെള്ളമാണോ മുത്തശ്ശി? എനിക്കിത്തിരി തരുമോ? അപ്പോൾ വൃദ്ധ പറഞ്ഞു, കുഞ്ഞെ, എനിക്ക് നിനക്ക് തരണമെന്നുണ്ട്, പക്ഷേ ഞാൻ 30 നാഴിക നടന്നാണ് ഈ വെള്ളം കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഇതും കൊണ്ട് വീട്ടിലെത്തുമ്പോഴേക്കും പകുതിയും തുളുമ്പി പോകും. എൻ്റേത് വലിയൊരു കുടുംബമാണ്. ഞാൻ കൊണ്ടുപോകുന്ന ഓരോ തുള്ളി വെള്ളവും അവർക്ക് വിലപ്പെട്ടതാണ്. അവർ ഈ വെള്ളം കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഇവാൻ പറഞ്ഞു, അമ്മൂമ്മ വിഷമിക്കേണ്ട, എനിക്കിപ്പോൾ കുറച്ച് വെള്ളം തരൂ. ഞാൻ നിങ്ങളുടെ പട്ടണത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ജീവിതകാലം മുഴുവൻ ആവശ്യമായ വെള്ളം ഞാൻ കൊണ്ടുവന്ന് തരാം. അങ്ങനെ വൃദ്ധ ഇവാന് വെള്ളം കുടിക്കാൻ കൊടുത്തു. എന്നിട്ട് വീട്ടിലേക്ക് നടന്നു. കണ്ടവരോടൊക്കെ തങ്ങളുടെ പട്ടണത്തിലേക്ക് ആവശ്യത്തിന് വെള്ളവുമായിട്ട് ഒരാൾ വരുന്നുണ്ട് എന്ന് ഈ വൃദ്ധ പറഞ്ഞു. അങ്ങനെ നാട്ടുകാരെല്ലാം ധാരാളം സമ്മാനങ്ങളും ആഹാരവും ഒക്കെ ആയിട്ട് ഇവാനെ കാത്തിരുന്നു.
ഇവാൻ നേരെ നഗരത്തിലേക്ക് ചെന്ന് നഗരമധ്യത്തിൽ വളരുന്ന റാസ്ബെറി ചെടി പറിച്ചെടുത്തു. പൊടുന്നനെ അതിനടിയിൽ നിന്ന് വെള്ളം കുതിച്ച് പുറത്തേക്ക് ചാടി. അവിടെ എല്ലാം പരന്നൊഴുകി. നഗരവാസികൾക്ക് വലിയ സന്തോഷമായി. അവർ ഇവാന് ധാരാളം പണവും സമ്മാനങ്ങളും നൽകി. അതോടെ ഇവാൻ തൻ്റെ ചെറിയച്ഛനേക്കാൾ വലിയ പണക്കാരനായി തീർന്നു. ഇനി എനിക്ക് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ് പോകേണ്ടത്, അവൻ പറഞ്ഞു. അവൻ നേരെ കൊട്ടാരത്തിലെത്തി. രാജകുമാരിയുടെ അസുഖം ഭേദപ്പെടുത്താൻ എനിക്ക് പറ്റും എന്നാണ് തോന്നുന്നത്. എനിക്കൊരവസരം തരണം, ഇവാൻ രാജാവിനോട് ചെന്ന് പറഞ്ഞു. ഒരുപാട് വൈദ്യന്മാർ വന്ന് ഒരുപാട് മരുന്നുകൾ ചെയ്തിട്ടും രാജകുമാരിയുടെ അസുഖം മാറിയിരുന്നില്ല. അങ്ങനെ ഈ മരുന്ന് കൂടി പരീക്ഷിച്ച് നോക്കാം എന്ന് രാജാവിന് തോന്നി. ഇവാൻ തോട്ടത്തിൽ ചെന്ന് തോട്ടത്തിലെ കൊടുത്തുവ ചെടി പറിച്ചുകൊണ്ട് വന്ന് അത് കത്തിച്ച് അതിൻ്റെ പുക രാജകുമാരിയുടെ മുറിയിൽ നിറച്ചു. രാജകുമാരിക്ക് ഉടൻ തന്നെ വളരെ ആശ്വാസം തോന്നി. 3 ദിവസത്തിനുള്ളിൽ അവളുടെ അസുഖം മാറുകയും ചെയ്തു. രാജാവും പ്രജകളും വളരെ സന്തുഷ്ടരായി. രാജാവ് ഇവാനോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ മകളുടെ രോഗം ഭേദമാക്കി. ഞാൻ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു, ആരാണോ അവളുടെ രോഗം മാറ്റുന്നത് അവർക്ക് അവളെ വിവാഹം ചെയ്തു കൊടുക്കുകയും ഞാൻ മരിക്കുമ്പോൾ എൻ്റെ രാജ്യം അവന് കൊടുക്കുകയും ചെയ്യുമെന്ന്. അങ്ങനെ നീയാണ് ഇനി എൻ്റെ ഭാവി മരുമകനും ഈ രാജ്യത്തിൻ്റെ ഭാവി രാജാവും. അങ്ങനെ ഇവാൻ രാജകുമാരി വിവാഹം കഴിക്കുകയും ഏതാനും വർഷങ്ങൾക്ക് ശേഷം രാജാവായി തീരുകയും ചെയ്തു. കാലങ്ങൾ കടന്നുപോയി. ഇവാൻ്റെ ഭരണത്തിന് കീഴിൽ രാജ്യം വളരെ സമ്പന്നമായി തീർന്നു. ഒരിക്കൽ ഇവാൻ്റെ അടുത്ത് ഒരു വ്യാപാരി എത്തിച്ചേർന്നു. രാജ്യത്ത് കച്ചവടം നടത്താൻ അനുവാദം നേടുന്നതിനായിരുന്നു അദ്ദേഹം വന്നത്. വ്യാപാരിയെ കണ്ടതും ഇവാന് ആളെ മനസ്സിലായി, തൻ്റെ ചെറിയച്ഛനാണ്. എന്നാൽ ഇപ്പോൾ യുവാവായി കഴിഞ്ഞ ഇവാനെ ചെറിയച്ഛന് മനസ്സിലായില്ല. ഈ വന്ന വ്യാപാരിക്ക് ഇവാൻ തൻ്റെ രാജ്യത്ത് കച്ചവടം നടത്താൻ അനുവാദം കൊടുക്കുകയും കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ തന്നെ വന്ന് കാണണം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 1-2 മാസത്തോളം ആ രാജ്യത്ത് കച്ചവടം നടത്തിയ ശേഷം ഈ വ്യാപാരി തിരിച്ചു പോകാൻ നേരത്ത് വീണ്ടും ഇവാനെ ചെന്ന് കണ്ടു. അപ്പോൾ ഇവാൻ അയാളോട് എന്താണ് പേര്, എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ചെറിയച്ഛ, അങ്ങേക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഇവാനാണ്. നിങ്ങളൊരിക്കൽ എന്നോട് പറഞ്ഞിരുന്നില്ലേ, ഒരുവന് സത്യസന്ധനാകാനും ഐശ്വര്യവാനാകാനും പറ്റില്ല, ചതിയുടെയും വഞ്ചനയുടെയും പാതയാണ് അതിലും നല്ലത് എന്ന്. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞു. കാരണം നിങ്ങളിപ്പോഴും വെറും കച്ചവടക്കാരൻ മാത്രമാണ്. സത്യസന്ധതയുടെ പാത തിരഞ്ഞെടുത്ത ഞാനോ ഇപ്പോൾ രാജാവായി തീർന്നിരിക്കുന്നു. നടന്ന സംഭവങ്ങളെല്ലാം ഇവാൻ ചെറിയച്ഛനോട് പറഞ്ഞു. മാത്രമല്ല 2 കപ്പൽ നിറയെ സാധനങ്ങൾ ചെറിയച്ഛന് സമ്മാനം കൊടുക്കുകയും ചെയ്തു. ചെറിയച്ഛ, നിങ്ങൾ എന്നോട് ചെയ്ത തെറ്റുകൾ ഞാൻ മറന്നിരിക്കുന്നു, ഞാൻ പുറത്തിരിക്കുന്നു. ഈ സമ്മാനങ്ങളുമായിട്ട് അങ്ങ് വീട്ടിലേക്ക് പോകൂ. എല്ലാവരോടും പറയൂ, സത്യസന്ധത കൊണ്ട് കാര്യമുണ്ടെന്ന്. സ്വന്തം കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരെ കൂടി സഹായിക്കണമെന്നും എല്ലാവരോടും പറയൂ. അങ്ങനെ കപ്പൽ നിറയെ സാധനങ്ങളുമായിട്ട് ചെറിയച്ഛൻ നാട്ടിലേക്ക് തിരിച്ചു. പക്ഷേ അവിടെ ചെന്നിട്ട് അയാൾക്കൊരു സുഖവും ഉണ്ടായില്ല. തൻ്റെ അനുജൻ്റെ മകനോട് അയാൾക്ക് വീണ്ടും അസൂയ തോന്നി. അവനിപ്പോൾ രാജാവായി തീർന്നിരിക്കുന്നു, താനിപ്പോഴും ഒരു വെറും കച്ചവടക്കാരൻ മാത്രമാണ്. അതോർത്ത് അയാൾക്ക് ആകെ അസ്വസ്ഥത തോന്നി. അവസാനം അയാളൊരു തീരുമാനത്തിലെത്തി. അവൻ ചെയ്തതുപോലെ ഞാനും കെട്ടി തൂങ്ങിച്ചാങ്ങാൻ ശ്രമിച്ചാലോ? അവന് സംഭവിച്ചതുപോലെ എനിക്കും മഹാഭാഗ്യം വരുമല്ലോ. അയാളൊരു കയറുമെടുത്ത് ഇവാൻ പോയ അതേ കാട്ടിലേക്ക് പോയി. അതേ മരത്തിൻ്റെ ചുവട്ടിലെത്തി. പെട്ടെന്ന് 3 പിശാചുക്കൾ അവിടെ എത്തി. അവർ അയാളുടെ മേൽ ചാടി വീണ് കയറുകൊണ്ട് വരിഞ്ഞു കെട്ടി മരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ കൊമ്പിൽ കെട്ടിത്തൂക്കി. അയാൾക്ക് പിന്നെ അവിടുന്ന് രക്ഷപ്പെടാനേ പറ്റിയില്ല. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.